എല്ലാവർക്കും നമസ്കാരം. അന്തർയോഗ എന്ന വിഷയത്തെക്കുറിച്ച് 3 എപ്പിസോഡുകളിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞിരുന്നു. ഇത് 4-മത്തേതാണ്. അപ്പോൾ അന്തർയോഗ എന്ന് പറഞ്ഞാൽ ആന്തരികമായ യോഗ. ആന്തരികമായ യോഗ എന്ന് പറഞ്ഞാൽ ആന്തരികമായി ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്ന ശക്തികൾ വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതിനെ ഉപയോഗപ്പെടുത്താൻ അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു യോഗ രീതിയാണ്. അത് യോഗനിദ്രയുടെ ഒരു സാമ്യമുള്ള യോഗാരീതിയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ജലത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ പലതരത്തിലുള്ള ഊർജത്തെ ശേഖരിച്ച് ശരീരത്തിൽ കൂടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു മീഡിയം എന്ന് പറയുന്നത് ജലമാണ്. അപ്പോൾ ജലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു യോഗയായതുകൊണ്ട് തന്നെ നിലത്ത് കിടന്നിട്ട് അതിസൂക്ഷ്മമായ ചലനങ്ങളിലൂടെയാണ് നമ്മൾ അന്തർയോഗ ചെയ്യുന്നത്. അപ്പോൾ അന്തർയോഗ ചെയ്യുമ്പോൾ നമുക്ക് പ്രപഞ്ചത്തിലുള്ള ശക്തികളെക്കുറിച്ച് അറിയണം, പ്രപഞ്ചത്തിൽ നിന്ന് എടുക്കാവുന്ന ശക്തികളെക്കുറിച്ച് അറിയണം. ഇപ്പോൾ ഭക്ഷണം ആണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിൽ നിന്ന് ലഭിക്കുന്ന വൈവിധ്യമാർന്ന ശക്തികൾ, അല്ലെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന വിറ്റമിനുകൾ, പോഷകങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബോധ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ സകല ശക്തികളുടെയും ഉറവിടമാണ് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി അഥവാ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് പലതരം ശക്തികളെ എടുക്കുന്നതിന് വേണ്ടുന്ന പല രീതികൾ അറിയാവുന്ന ഒരു ജനതയായിരുന്നു ഭാരതത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തെ ആത്മീയതയുടെ നാട് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പലതരത്തിലുള്ള ഊർജങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും അത് സ്വീകരിക്കുന്നതിനും പ്രയോഗിക്കുന്നതിനും വേണ്ട അറിവുകളും ഉണ്ടായിരുന്നു എന്നതിൻ്റെ അനേകം തെളിവുകൾ നമ്മൾ പൗരാണിക ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഭാരതത്തിലുടനീളം നടന്നിട്ട് ക്ഷേത്ര സംസ്കാരം, അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കലാപരമായിട്ടുള്ള ആശയങ്ങൾ, അതുപോലെ അതിലെ ദേവതാ സങ്കല്പങ്ങൾ, അവർക്ക് ഉപയോഗിക്കുന്ന പൂജാരീതികൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനമായ തത്വങ്ങൾ അന്വേഷിച്ചു പോയാൽ നമുക്ക് ഈ ആന്തരിക ശക്തികൾ എങ്ങനെ ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നത് കുറേയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ ശക്തികളും നമുക്ക് പൂർണ്ണമായിട്ടും നമ്മൾക്ക് എടുക്കാൻ കഴിയുകയില്ല. കാരണം എല്ലാവരുടെയും ശരീരം വ്യത്യസ്തമാണ്. എല്ലാവർക്കും അവനവൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ ഉൾക്കൊള്ളാവുന്ന, സ്വീകരിക്കാവുന്ന ഊർജത്തിന് പരിമിതികളുണ്ട്. എന്നാൽ പോലും അതിനെക്കുറിച്ച് അറിയാതെ നമുക്ക് ആ ശക്തികളെ വർദ്ധിപ്പിക്കാനും സാധിക്കുകയില്ല. അപ്പോൾ അന്തർയോഗ അങ്ങനെയുള്ള ആന്തരിക ശക്തികളെക്കുറിച്ചുള്ള അറിവ് പകർന്നു തരുന്ന ഒരു യോഗാരീതിയാണ്. ഇനി ലോകമെമ്പാടും നടന്നാലും ഭാരതത്തിൻ്റെ ആത്മീയ പാരമ്പര്യം മനുഷ്യനെ അത്ഭുതപ്പെടുത്തും, അതേത് കാലത്തും അത്ഭുതപ്പെടുത്തും. അപ്പോൾ അവിടെ ചില സംസ്കാരങ്ങൾ ധനസമ്പാദനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ചില സംസ്കാരങ്ങൾ ലോകത്ത് അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ഒരാൾ അവനവനിലേക്കാണ് സഞ്ചരിക്കേണ്ടത്, അവനവൻ്റെ കഴിവിനെയാണ് അറിയേണ്ടത്, അവനവനിൽ അടങ്ങിയിരിക്കുന്ന ശക്തികളെയാണ് അറിയേണ്ടത്. അതിനെ ലോകത്ത് ഉപകാരപ്രദമായി നൽകിക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ ഈ മറ്റുള്ളവരെയൊക്കെ മതം മാറ്റാൻ, അല്ലെങ്കിൽ നമ്മുടെ വർഗത്തിലുള്ളവരുടെ എണ്ണം കൂട്ടാൻ, അതൊക്കെ ഒരു ഭൗതിക തലത്തിലുള്ള നേട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിനെ നേട്ടങ്ങൾ എന്ന് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം മതം മാറ്റപ്പെടുന്ന വ്യക്തിക്ക് ഒരു അടിമ സ്വഭാവത്തിലേക്കാണ് അയാൾ പോവുക. കാരണം അയാൾക്ക് അയാളുടെ പേര് മാറ്റണം, അയാളുടെ കുടുംബത്തിലുള്ളവരെയെല്ലാം തള്ളിപ്പറയണം, അതുവരെ ജനിച്ച സംസ്കാരത്തെ തള്ളിപ്പറയണം, പുതിയതൊന്ന് പഠിക്കാൻ വേണ്ടി മറ്റൊരാൾ സംസ്കാരത്തെ ആശ്രയിക്കണം, അവർ പറയുന്നതെല്ലാം കേൾക്കണം, അതിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കപ്പെടണം, അല്ലെങ്കിൽ അയാൾ അവിടെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ തീർച്ചയായും അയാളുടെ വ്യക്തിത്വത്തെ അടിമപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മതം മാറ്റുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളുണ്ട്. അതായത് ഒരാളിൻ്റെ പേര് മാറ്റിയത് കൊണ്ടോ, അയാളുടെ വസ്ത്രധാരണം മാറ്റിയത് കൊണ്ടോ,
അയാളെ മറ്റൊരു മതത്തിൻ്റെ ചില ചടങ്ങുകൾ പഠിപ്പിച്ചത് കൊണ്ടോ അയാളുടെ ആത്മീയമായ സംസ്കാരത്തെ അവർക്ക് എത്രത്തോളം മാറ്റാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സയൻസ് പറയുന്നുണ്ട്, ഇപ്പോൾ ഒരാളിലെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നശിക്കണമെങ്കിൽ ഏകദേശം 12,000 വർഷത്തോളം എടുക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ മതം മാറ്റി ഒരു ജന്മത്തിൽ മതം മാറ്റിയത് കൊണ്ട് മാത്രം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അയാളിലേക്ക് വന്നു ചേർന്ന ജനറ്റിക് പാരമ്പര്യത്തെ ഈ ഒരു ജീവിതത്തിൻ്റെ കുറച്ച് സമയം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സങ്കര വിഭാഗത്തെ സൃഷ്ടിച്ചത് കൊണ്ട് അവനവൻ്റെ തന്നെ ഒരു ആത്മീയ സംസ്കാരത്തെ അത് ദോഷമായിട്ട് ബാധിക്കാനാണ് ഇടവരുത്തുക. അപ്പോൾ ഓരോന്നും തനതായിട്ട് അവരവരുടേതായ സംസ്കാര പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്നവർ ആ സംസ്കാരത്തിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് ശക്തമായിട്ട് ഉയരാനായിട്ട് സാധിക്കുക. പലപ്പോഴും ദാരിദ്ര്യത്തിൻ്റെയൊക്കെ പേരിലായിരിക്കും ആളുകളെ മതം മാറ്റുന്നത്. പക്ഷേ നല്ല ദാരിദ്ര്യത്തിൽ ജനിച്ചു വളർന്ന അനേകം മഹത്തുക്കളായിട്ടുള്ള വ്യക്തികൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നതിനെ അതിജീവിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യൻ്റെ നിരവധിയായിട്ടുള്ള കഴിവുകളെ ശക്തികളെ ഉപയോഗപ്പെടുത്താനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോകത്ത് ദാരിദ്ര്യമില്ലായ്മയോ അല്ലെങ്കിൽ സുഖലോലുപത മാത്രം സൃഷ്ടിക്കാനോ ശ്രമിക്കുന്നത് ഒരു ശരിയായ കാഴ്ചപ്പാടല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ മതം മാറ്റുന്നവരെ ഈ പല സംസ്കാരങ്ങളിൽപ്പെട്ടവരെ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് മാത്രം അവിടെ ഒരു പുതിയൊരു ജനറ്റിക് പാരമ്പര്യം സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഇങ്ങനെ പല സംസ്കാരങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ചില അഭിപ്രായ ഭിന്നതകളും കലഹങ്ങളും ചേരിത്തിരിവുകളും പിന്നെയും സൃഷ്ടിക്കപ്പെടുന്നതെന്ന് നമുക്ക് ലോക ചരിത്രം മുഴുവൻ നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഹിന്ദു സംസ്കാരം അതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയാണ് ചെയ്യുക, ഒന്നിനെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നില്ല. എല്ലാം അതിൻ്റേതായ തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട പോലെ മനുഷ്യനാണെങ്കിൽ ഏത് സംസ്കാരത്തിൽ ജനിച്ചോ അതിൽ തുടർന്നു കൊള്ളട്ടെ, അല്ലെങ്കിൽ ചെടികളോ പക്ഷികളോ മൃഗങ്ങളോ എന്തു തന്നെയാണേലും അത് അതിൻ്റേതായ തലത്തിൽ ജീവിച്ചു കൊള്ളട്ടെ എന്ന ഒരു മനോഭാവമാണ് ഹിന്ദു സംസ്കാരത്തിനുള്ളത്. അപ്പോൾ ഇവിടെ അന്തർയോഗയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഞാൻ ഇതെല്ലാം പരാമർശിച്ചു എന്നേ ഉള്ളൂ. അന്തർയോഗയ്ക്ക് ഇങ്ങനത്തെ ലക്ഷ്യങ്ങളല്ല ഉള്ളത്. ഇന്ന് നമുക്കറിയാം വളരെയധികം ഡിസ്റ്റർബ് ചെയ്യപ്പെട്ട, വളരെയധികം കലുഷിതമായ, കലങ്ങിക്കിടക്കുന്ന ഒരു മനസ്സാണ് മനുഷ്യനുള്ളത്. അതുപോലെ തന്നെ ദുഷിച്ച ശരീരമാണ് എല്ലാവർക്കും കൊണ്ടു കിടക്കുന്നത്. കാരണം ശരീരത്തിനകത്തേക്ക് പോകുന്ന ഭക്ഷണമായാലും വായുവായാലും ജലമായാലും എല്ലാം ദുഷിച്ചതാണ്. അപ്പോൾ ദുഷിച്ച ആശയങ്ങളാണ് ഇന്ന് നമ്മളെ ഭരിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ നിന്ന് ആ ദൈവികമായിട്ടുള്ള സ്നേഹം, കാരുണ്യം, ദയ, ആർദ്രത, സഹാനുഭൂതി എന്നൊക്കെ പറയുന്ന മറ്റുള്ളവരെ ശ്രദ്ധിക്കാനും അവരെ സമാധാനിപ്പിക്കാനും അവർക്ക് സഹായിക്കാനുമൊക്കെയുള്ള ആ നല്ല മനസ്സെല്ലാം പോയിട്ട് അവനവനിലേക്ക് മാത്രം തിരിയുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അന്തർയോഗ എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ ശക്തികളെല്ലാം തന്നെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അതിന് സകല ചരാചരങ്ങളുമായും ബന്ധമുണ്ട്. അപ്പോൾ ആത്മശക്തി എന്ന് പറഞ്ഞാൽ ആത്മശക്തിയുള്ള ആൾക്ക് മറ്റുള്ള ആളിൻ്റെ ആത്മരൂപത്തെ ബഹുമാനിക്കാൻ സാധിക്കും. മറ്റൊന്നിനെയും ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം എല്ലാത്തിലും ഇരിക്കുന്ന ആത്മചൈതന്യം എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ഇനി അതിനെ സയൻസായിട്ട് പറഞ്ഞാൽ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റങ്ങളുടെ ഉള്ളിലേക്ക് ചെന്നാൽ അവസാനമായി നമ്മൾ കണ്ടെത്തുന്നത് അറ്റോമിക് കണങ്ങൾ, അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നൊക്കെ പറയുന്ന കണികകളെയാണ്. അപ്പോൾ ഈ കണികകളെല്ലാം എല്ലാവരിലും എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മബോധത്തിലേക്ക് ഉണരുമ്പോൾ നമ്മൾ കൂടുതൽ ഈ ലോകത്തെ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ ശക്തിയെ അറിയുകയാണ്. അപ്പോൾ നമ്മളുടെ അകത്തേക്ക് വരുന്നതെല്ലാം ഇന്നലെ മറ്റാരുടെയോ ഭാഗമായിരുന്നതായിരിക്കാം, മറ്റെവിടെ നിന്ന് വന്നതാകാം. അത് വീണ്ടും നമ്മളിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക്, മറ്റുള്ളവരിലേക്ക് പകർന്നു പോവുകയാണ് ചെയ്യുക. പാക്കായാലും ശരി, നമുക്കറിയാം ഒരു പാട്ട്,
ജനിച്ചു കഴിഞ്ഞാൽ അത് എത്ര പെട്ടെന്നാണ് എത്രയോ ആളുകളുടെ നാവിൻ തുമ്പിലേക്ക് പോകുന്നത്. അതുപോലെ എല്ലാ സംസ്കാരം എന്ന് പറയുന്നത് ഈ രീതിയിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ നമ്മളിലെ മനഃശക്തി എന്ന് പറയുന്നതായാലും ശരി, മനഃശക്തി ഉള്ള ഒരാളിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ കൂടെ ജീവിക്കുന്നവരിലേക്ക് മനഃശക്തി ചെലുത്തപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ മനഃശക്തി ഇല്ലാത്ത ജനത, ഇപ്പോൾ ചില ജനത എന്തുകൊണ്ടാണ് മറ്റുള്ള കൂടുതൽ അവരുടെ എണ്ണത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഈ മതം മാറ്റം നടത്തുന്നതെന്ന് ചോദിച്ചാൽ അതൊരു മനഃശക്തി കുറവിൻ്റെ ഒരു കാരണം തന്നെയാണ്. കാരണം എണ്ണം കൂടിയാൽ ശക്തരാകും. അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാം ചിന്ത അങ്ങനെയാണ്, എണ്ണം കൂടിയാൽ ശക്തരാകും. അപ്പോൾ അങ്ങനെ എണ്ണം കൂടുന്നതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ മഹാഭാരത യുദ്ധത്തിൽ പറയുന്നുണ്ട്, 5 പേരടങ്ങിയ പാണ്ഡവർക്ക് കൗരവകുലത്തിനെ അല്ലെങ്കിൽ അധർമ്മത്തെ നേരിടാനായിട്ട് സാധിച്ചു, അധർമ്മത്തെ ജയിക്കാനായിട്ട് സാധിച്ചു. അവിടെ കൊല്ലുക എന്നുള്ളതല്ല, ധർമ്മപക്ഷത്തും അധർമ്മപക്ഷത്തുമാണ് നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അധർമ്മിയോട് നേരിടേണ്ടതുണ്ട്. അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അധർമ്മം ചെയ്യുന്ന വ്യക്തിയെ നേരിടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ധർമാധർമ്മങ്ങൾ തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റുമുട്ടുന്നത് മതങ്ങളും തമ്മിലാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയവും തമ്മിലാണ്. അപ്പോൾ അതെല്ലാം മനുഷ്യൻ്റെ ആത്മശക്തി, മനഃശക്തി, ഇച്ഛാശക്തി എന്ന് തുടങ്ങിയുള്ള പല ശക്തികളുടെയും ക്ഷയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ശക്തികൾ വർദ്ധിച്ചതുകൊണ്ടാണ്. കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം എന്നൊക്കെ പറയുന്ന നെഗറ്റീവായിട്ടുള്ള ശക്തികളുടെ വർധനവ് കൊണ്ടോ ആണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാകും. അപ്പോൾ ഇവിടെ അന്തർയോഗ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു യോഗ പ്രോസസ്സാണ്. നമ്മളെ ശാക്തീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് പലവിധ ശക്തികൾ ആർജിക്കുന്നതിന് പലതരം മാർഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. പലതരം നമ്മൾ ആശ്രയിക്കേണ്ട സോഴ്സുകളുണ്ട്. അപ്പം നമുക്ക് ദാഹമാണുള്ളതെങ്കിൽ നമ്മൾ ജലത്തെയാണ് ആശ്രയിക്കേണ്ടത്. അതുപോലെ വിശപ്പാണുള്ളതെങ്കിൽ നമ്മൾ ഭക്ഷണം അന്വേഷിക്കും. അതുപോലെ ശ്വാസം മുട്ടുന്നെങ്കിൽ നമുക്ക് വായുവാണ് വേണ്ടത്. അപ്പോൾ ഇതിലൂടെ എല്ലാം വരുന്ന ശക്തികൾ ഡിഫറെൻ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രപഞ്ച ശക്തികളിൽ നിന്ന്, പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഭൂമി ഉണ്ടായ കാലം തുടങ്ങിയുള്ള സ്രോതസ്സുകളിൽ നിന്ന് ശേഖരിക്കുന്ന ഊർജം കൊണ്ടാണ് ഈ ഭൂമി നമുക്ക് പലതും പാകപ്പെടുത്തി തരുന്നത്. അത് ജലമായാലും വായുവായാലും ഭക്ഷണമായാലും പലതും ഭൂമി നമുക്ക് പാകപ്പെടുത്തി തരുന്നു. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് ജീവിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഭൂമി ഒരുക്കി തരുന്നത് അതിന് ഭൂമിക്ക് ചില ശക്തികളെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് സ്വീകരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് വളരെ വിശാലമാണ്. അപ്പോൾ അത് ഒരു മനുഷ്യനിൽ മാത്രം ഒതുങ്ങുന്നതല്ല. പ്രപഞ്ചത്തിൻ്റെ സവിശേഷമായ ശക്തികളെ കണ്ടെത്താനും അത് ഉൾക്കൊള്ളാനും പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് വരുന്ന ശക്തികൾ ഈ പ്രപഞ്ചത്തെയും ഭൂമിയെയും സ്വാധീനിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള പഠനങ്ങളിലെല്ലാം ആഴത്തിൽ പോയിട്ടുള്ള ഒരു ജനതയാണ് ഈ ഭാരതീയർ എന്ന് പറയുന്നത്. അപ്പോൾ അന്തർയോഗ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മശക്തി, മനഃശക്തി, ഇച്ഛാശക്തി, അതുപോലെ ജ്ഞാനശക്തി, ക്രിയാശക്തി, നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള അസ്ഥിബലം, പേശിബലം, നാഡീബലം, രക്തബലം, ഇങ്ങനെയുള്ള ഇത് വളരെ കുറച്ചാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനെ വീണ്ടും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പലതരം ശക്തികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മളിലേക്ക് ആർജിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളിലുള്ള ശക്തികളെ തിരിച്ചറിയേണ്ടത്. നമ്മളിലുള്ള ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടല്ലാതെ നമുക്ക് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഏതെങ്കിലും മതത്തിൻ്റെ ഭാഗമായതുകൊണ്ട്, ഇപ്പോൾ മതം മാറിപ്പോയ ആളുകളിൽ നിന്ന് നമുക്ക് പഠിച്ചാൽ മനസ്സിലാകും, ലോക ശ്രദ്ധയിലേക്ക് ഉയർന്ന വ്യക്തിത്വങ്ങളില്ല. അതിപ്പോൾ ഏത് മതം മാറ്റപ്പെട്ട വ്യക്തികളായാലും ശരി, ലോകശ്രദ്ധയിലേക്ക് ഉയരാൻ വേണ്ടുന്ന ആത്മശക്തി അവരിൽ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. മതം മാറ്റുമ്പോൾ മനുഷ്യന് പോകുന്നത് അവനവൻ്റെ ആത്മശക്തി പോകുന്നു. മറ്റൊന്നിലേക്ക് പറിച്ചു നടപ്പെട്ട പോലെ തന്നെ അതിന് ശക്തി ആർജിച്ചു വരാൻ വേണ്ടുന്ന
ഒരു ജനറ്റിക് പാരമ്പര്യം അവിടെ മുറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നല്ല രീതിയിൽ മനുഷ്യൻ്റെ ആന്തരിക ശക്തികളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ ഈ മതം മാറ്റം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വിധേയരാകാറില്ല. ഇനി ആകുന്നതിനോട് ഇപ്പം നമുക്ക് ആരെ എങ്ങനെ ജീവിച്ചാലും നമുക്ക് അതിന് യോജിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനത്തെ ഒരു മനോഭാവമാണ് ഭാരതീയരെ കൊണ്ട് നടക്കുന്നത്. അവനവൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു കൊള്ളട്ടെ എന്നാണ്. ആരെയും നിർബന്ധിച്ചിട്ട് ചെയ്യാറില്ല. പക്ഷേ അവനവൻ്റെ ധർമ്മം പാലിക്കുക. മറ്റുള്ള ജനങ്ങളോട്, മറ്റുള്ളവരോടെല്ലാം, സമൂഹത്തോട്, മരങ്ങളോടായാലും കിളികളോടായാലും ഉറുമ്പിനോടായാലും നമുക്ക് ധർമ്മമുണ്ട് എന്നാണ് ഭാരതീയത പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.